പ്രായപൂർത്തിയായ ഒരാളിന്റെ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമുണ്ടാകും. ആരോഗ്യമുള്ള ഏതൊരാൾക്കും 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാവുന്നതാണ്. രക്തം ദാനം ചെയ്താൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും രക്തം പുതുതായി ശരീരം ഉത്പാദിപ്പിക്കും. അതിനാൽ രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രവൃത്തിയാണ്. 18 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാവുന്നതാണ്. രോഗാണുക്കൾ പകരാൻ ഏറ്റവും സാധ്യതയുള്ളത് രക്തത്തിലൂടെയാണ്. അതിനാൽ കൃത്യമായ രക്തപരിശോധനയ്ക്ക് ശേഷം മാത്രമേ രക്തം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഹൃദ്രോഗികൾ, രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ളവർ, ചുഴലി, മാനസിക രോഗം എന്നിവയ്ക്ക് ചികിത്സ തേടുന്നവർ, ക്യാൻസർ രോഗികൾ, കരൾ രോഗം ബാധിച്ചവർ, ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയുടെ രോഗാണുവാഹകർ, എയ്ഡ്സ് ബാധിതർ തുടങ്ങിയവർ രക്തം ദാനം ചെയ്യാൻ പാടില്ല. ഒരു തവണ 450 മില്ലി ലിറ്റർ വരെ ദാനം ചെയ്യാം. രക്തദാനം യാതൊരു തരത്തിലും മനുഷ്യന് ദോഷമാവില്ല. രക്തം ദാനം ചെയ്യുമ്പോൾ ദാതാവിന്റെ ശരീരത്തിൽ പുതിയ രക്തകോശങ്ങൾ ഉണ്ടാവുന്നു. മാത്രവുമല്ല, കൂടുതൽ പ്രവർത്തനക്ഷമതയും ഉന്മേഷവും ഉണ്ടാകുന്നു. അതിനാൽ രക്തം ദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ. ഇത് കേവലം ഒരു മുഷ്ടിചുരുട്ടൽ മാത്രമല്ല, അനേകായിരങ്ങളുടെ ആവേശവും പ്രതീക്ഷകളും പുഞ്ചിരിയുമാണ്. ഉറവപറ്റാത്ത മാനവികതയ്ക്കൊപ്പം ഉപനയിക്കപ്പെടാനായില്ലെങ്കിൽ പിന്നെന്തിനാണ് മനുഷ്യത്വം? മാനുഷം, വിളിപ്പുറം ദൂരത്തായി രക്തദാന സന്നദ്ധത.